ഇന്ന് നമുക്ക് ചെറിയൊരു കഥ കേൾക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മുടെ ജീവിതത്തിലെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സത്യാവസ്ഥ ഷെയർ ചെയ്യുന്ന ഒരു കുട്ടിക്കഥ. ഒരു ടൂറിസ്റ്റ് തായ്ലാൻഡിലൂടെ യാത്ര പോകുമായിരുന്നു. പോകുന്ന വഴിക്ക് കുറേ ആനകളെ കണ്ടു. പെട്ടെന്ന് അദ്ദേഹം അവിടെ നിർത്തിയിട്ട് അതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഈ വലിയ വലിയ ആനകളെയെല്ലാം കെട്ടിയിരിക്കുന്നത് ഒരു ചെറിയ കയർ ഉപയോഗിച്ചിട്ടാണ്. ഒരു ചങ്ങലയോ അല്ലെങ്കിൽ ഒരു കൂടോ ഒന്നുമില്ല. ഈ ആനകൾ ആഞ്ഞൊരു വലി വലിച്ചാൽ കയർ ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റും. അങ്ങനെ അവർക്ക് ഫ്രീ ആവാനും പറ്റും. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, ഒരു ആന പോലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ട് ഇയാൾ അവിടെ ഉണ്ടായിരുന്ന പാപ്പാനോട് ചോദിച്ചു, ഈ ആനകൾ എന്താ കയറ് പൊട്ടിക്കാൻ ശ്രമിക്കാത്തത് എന്ന്. അപ്പോൾ ആ പാപ്പാൻ പറഞ്ഞു, ഈ ആനകൾ ചെറുതായിരുന്ന സമയത്ത്, അതായത് കുട്ടി ആനകളായിരുന്ന സമയത്ത് ഇതേ സൈസിലുള്ള കയറുകൾ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അന്ന് അത് അവർക്ക് പൊട്ടിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ വളർന്നു വരുംതോറും അവർ വിശ്വസിച്ചു ഈ കയറ് അവർക്ക് ഒരിക്കലും പൊട്ടിക്കാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഒരിക്കലും ഈ കയറ് പൊട്ടിക്കാനായിട്ട് അവർ ശ്രമിച്ചതുമില്ല. ഇതു കേട്ടതും ഈ ടൂറിസ്റ്റ് ആകെ അന്തം വിട്ടുപോയി. ഈ ആനകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈസി ആയിട്ട് കയറ് പൊട്ടിക്കാൻ പറ്റും. പക്ഷേ അതിനവർക്ക് കഴിയില്ല എന്ന് വിശ്വസിച്ചതുകൊണ്ട് എന്നും ആ പഴയ സ്ഥിതിയിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ പലരുടെയും ജീവിതം. നമ്മുടെ ഒരു ലക്ഷ്യം നേടാനായിട്ട് എന്നോ പണ്ടൊരിക്കൽ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. ആ അറ്റംപ്റ്റ് ഫെയിലായി പോയിട്ടുമുണ്ടാകും. അതോടുകൂടി നമ്മൾ വിശ്വസിക്കുകയാണ് ഇനി ഒരിക്കലും എനിക്ക് ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ കഴിയില്ല എന്ന്. അങ്ങനെ നമ്മുടെ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് വലിയൊരു മിസ്റ്റേക്കാണ്. നമ്മുടെ ശ്രമം ഒരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ല. തോൽവികൾ ഉണ്ടാകും, തോറ്റോട്ടെ. ഓരോ തവണ നമ്മൾ തോൽക്കുമ്പോഴും പുതിയ പുതിയ അറിവാണ്, പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ അറിവും എക്സ്പീരിയൻസും വെച്ച് വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുവാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തും. ബിലീവ് ഇൻ യുവർ സെൽഫ്, ബി കോൺഫിഡൻറ്റ്.